ഹലോ മക്കളെ, CT 2024 എല്ലാ മക്കൾക്കും ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും അല്ലേ? ഈ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ചില ഡൗട്ട്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായി സീറ്റിന്റെ റിസൾട്ട് എന്ന് വരുമെന്നതാണ്. രണ്ടാമതായിട്ട് പ്രൊവിഷണൽ കീ, അതായത് പ്രൊവിഷണൽ ആൻസർ കീ, CT നൽകേണ്ട ഒരു ആൻസർ കീ ഉണ്ട്. ആ ആൻസർ കീ എന്ന് വരുമെന്നാണ്. അതായത് ഈ ആൻസർ കീ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, മക്കളെല്ലാം നിങ്ങളുടെ സ്കോറുകൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അതായത് പക്ഷെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചാനലുകൾ കൊടുത്തിട്ടുള്ള വീഡിയോസ് നോക്കിയിട്ടും ഒരുപാട് സൈറ്റുകളിൽ ഇറക്കി ആൻസർ കീ നോക്കിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ആൻസർ ഒരുവിധം സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും ശരിക്കുമുള്ള ആൻസർ കീ വരുമ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ വ്യത്യാസപ്പെട്ട ഒരു സ്കോർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലഭിക്കാം. ചില ഇതിനൊക്കെ എല്ലാം എന്ത് ചെയ്യാറുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ആൻസറുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ NT തരാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കീ കിട്ടണമെങ്കിൽ അതെന്ന് വരും, നിങ്ങളുടെ CTയുടെ ഭാഗത്ത് നിന്ന് എന്നാണ് ആൻസർ കീ വരുന്നത് ഡിസ്കസ് ചെയ്യാം. അതേപോലെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്, അതായത് നിങ്ങൾ ICR ആഗ്രഹിക്കുന്ന കുട്ടികളാണ്, ICR അണ്ടറിൽ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾ ഇപ്പോഴെന്ത് ചെയ്യണം, ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അതെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയാതെ എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ CTന്റെ റിസൾട്ട് എന്ന് വരുമെന്ന് നോക്കാം. CTന്റെ റിസൾട്ട് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചിട്ടാണെങ്കിൽ CTന്റെ റിസൾട്ട് വരുന്നത് ജൂൺ 30-നായിരിക്കും. അതായത് ഈ മാസം 30-നുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരും, 30-ാം തീയതി നിങ്ങളുടെ റിസൾട്ട് വരുമെന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ടെൻറ്റേറ്റീവ്ലി. ഈ ടെൻറ്റേറ്റീവ്ലി എന്ന വാക്കിനർത്ഥം എന്താ, അന്ന് വരാം, വരാതെയും ഇരിക്കാം. ഓക്കെ, അതായത് ആ ദിവസം അവരൊരു ഊഹം വെച്ചിട്ട് ആ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് എന്തിരിക്കുന്നത്, ഇതുവരെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ NTA ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവുമല്ലോ. NTA ഉണ്ടായ മറ്റേ NT-NEET സ്കാമുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ കാരണം ചിലപ്പോൾ ഒരു പക്ഷെ വൈകാനും ചാൻസ് ഉണ്ട്. അതേപോലെ നെക്സ്റ്റ് നിങ്ങളുടെ ചോദ്യം എന്താണ്, നിങ്ങളുടെ പ്രൊവിഷണൽ ആൻസർ കീ എന്ന് വരുമെന്നാണ്. ഈ ആൻസർ കീ എന്ന് വരും എന്ന ചോദ്യത്തിന് CUET-യിലോട്ട് നമ്മൾ വിളിച്ചപ്പോൾ അവർ നമുക്ക് തന്ന മറുപടി എന്ന് പറയുന്നത്, ഇന്ന് തൊട്ട് ഓക്കെ, ഇന്ന് തൊട്ട് ഈ 20-25 തീയതിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മുടെ ആൻസർ കീ റിലീസ് ചെയ്യാമെന്നാണ്. അതായത് 12-ാം തീയതി തൊട്ട്, ഇന്നലെ തൊട്ട് എന്ത് 20-ാം തീയതി, 20-25-ാം തീയതിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങളുടെ ആൻസർ കീ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ആ ആൻസർ കീ നിങ്ങൾക്ക് എവിടെ ലഭിക്കുമെന്ന് വെച്ചാൽ, നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള, നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മെയിൽ ID ഇല്ലേ, ആ മെയിൽ ID യിലും അതേപോലെ തന്നെ ഇവരുടെ സൈറ്റിലും എന്ത് ചെയ്യും, ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ കീയുടെ കാര്യം. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഡൗട്ട് എന്താണ്, നിങ്ങളുടെ ICR കൗൺസിലിംഗ് എങ്ങനെയാണ്, ICR-ലോട്ട് നിങ്ങൾ എങ്ങനെയാണ് കൗൺസിലിംഗ്, CUET-യുടെ കൗൺസിലിംഗും ICR കൗൺസിലിംഗും സെയിം ആണോ, നിങ്ങൾ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഡൗട്ടുകൾ. അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. ഒന്നാമതായിട്ട് ICR-യുടെ കൗൺസിലിംഗ് CUET-യുടെ കൗൺസിലിംഗ് സെപ്പറേറ്റ് ആണെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ICR അണ്ടറിൽ ഏതെങ്കിലും ഒരു കോളേജ് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ICR-ന് സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ICR-ന് എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോളാം, നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിംഗിന്റെ കാര്യം നമ്മൾ നേരത്തെയും ചില വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ, അതായത് ഒരു ഐഡിയയും കിട്ടാതെ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും, അതേപോലെ തന്നെ അത്യാവശ്യം ഒരു 300 റേഞ്ചിനുള്ളിലൊക്കെ മാർക്ക് ഉള്ള കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് ജോയിൻ ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് ഇപ്പം നിൽക്കുന്നത് എന്താ പറയുക, ഒരു ബോർഡർ ലൈനിലാണ്. അപ്പോൾ ഈ മക്കളൊക്കെ എന്ത് ചെയ്യുക, നല്ലോണം ഒരു എന്ത് ചെയ്യുക, ഒരു പ്രിഫറൻസ് ഓർഡർ സെറ്റ് ചെയ്തില്ല എങ്കിൽ, എന്തെന്നാൽ നീറ്റ് പോലെ അല്ല നമ്മുടെ ICR എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ICR-ന് അണ്ടറിൽ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ വർഷം ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുട്ടികൾ, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾക്ക് ഒരു പേടിയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് നമ്മുടെ കൗൺസിലിംഗ് ജോയിൻ ചെയ്തുകൊള്ളുക. കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 580+, നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ. ഓക്കെ, 580+ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതായത് 580-ലധികം കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു കൗൺസിലിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ കുട്ടികൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്ലാൻ ചെയ്യുന്നുണ്ട്, പേഴ്സണലൈസ് കൗൺസിലിംഗ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേരാത്ത കുട്ടികളാണെങ്കിൽ, ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ താഴെ കാണുന്ന ഈ നമ്പറിലോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലോട് ഈ GPay ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. അതേപോലെ ഇതിലോട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് കൂടെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങളുടെ ഡോക്യുമെന്റ് വെറിഫിക്കേഷൻസിനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ എല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് തരും. അതായത് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മുമ്പിൽ നിർത്തിയുമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക,
നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ സെറ്റ് ചെയ്ത് തരിക. അതേപോലെ നിങ്ങൾക്ക് ഫുൾ ഗൈഡൻസ് ഉണ്ടായിരിക്കും. സീനിയേഴ്സിൻ്റെ നിങ്ങളുടെ അതായത് നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങൾ പോകാൻ പോകുന്ന കോളേജിലെ സീനിയേഴ്സിൻ്റെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് ബാക്കിയുള്ള അങ്ങോട്ടുള്ള ഗൈഡൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഹെൽപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഈ വർഷം നിങ്ങളുടെ കൂടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ബാക്കിയുള്ള കുട്ടികളിലും അവരുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കൂടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഇതായിരിക്കും നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പറിലോട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് നമുക്ക് കൗൺസിലിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ICAR കൗൺസിലിംഗ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ നിലവിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു സൈറ്റിലും കയറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രജിസ്റ്റർ ചെയ്യേണ്ടത് എപ്പോഴാണ് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണ്. ഈ റിസൾട്ട് വന്ന് അതായത് CUETൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ICAR സെപ്പറേറ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. അവരുടേതായിട്ടുള്ള റാങ്ക് കാർഡ് റിലീസ് ചെയ്യും. ഈ റാങ്ക് കാർഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു റിസൾട്ട് പുതിയൊരു കൗൺസിലിംഗ് പ്രോസസ്സ് അവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ICAR കൗൺസിലിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജും കാര്യങ്ങളും കൊടുക്കണം. ഒരുപാട് ഡോക്യുമെന്റ്സ് അവിടെ ഫില്ല് ചെയ്യണം. ഈ ഡോക്യുമെന്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. നമ്മളുടെ കൗൺസിലിംഗ് ജോയിൻ ചെയ്ത കുട്ടികൾക്കെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും നിങ്ങൾ റെഡിയാക്കി വെക്കുക. എന്നാൽ റെഡിയാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്ത ഒരു പ്രശ്നമായിരുന്നു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ കാര്യം. അത് ഒരുപാട് ഡോക്യുമെന്റ്സ് ചെയ്തിട്ടില്ല, കറക്റ്റ് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തത് കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വർഷം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പറയാനുള്ളത്, അങ്ങനെ ചോയ്സ് ഫില്ലിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ കൗൺസിലിംഗ് പ്രോസസ്സുകൾ തുടങ്ങും. അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മോപ്പപ്പ് കൗൺസിലിംഗ് വരെ എന്ത് ചെയ്യും നിങ്ങൾക്ക് നടക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കൗൺസിലിംഗിൽ ലഭിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ വിളിച്ചതിന് ശേഷം അങ്ങനെ പോകാവുന്നതാണ്. പിന്നെ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ സെക്കൻഡ് കൗൺസിലിംഗ്, സെക്കൻഡ് ഇതിന് വേണ്ടി നിൽക്കാം. അപ്പോൾ ഓരോ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ഓരോരോ പ്രോസസ്സുകൾ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. അതായത് കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യണം, കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ ഒരുപാട് പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുട്ടികൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം. അതായത് നിങ്ങൾ CET എഴുതിയ കുട്ടികളും ICAR ആഗ്രഹിക്കുന്ന കുട്ടികളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിനോട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വീഡിയോസ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്താൽ മതിയാവും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.